അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഇടിഞ്ഞു കേട്ടു. എന്നിട്ടും ജനങ്ങളെ കൊള്ളയടിച്ച് എണ്ണ കമ്പനികൾ. അന്താരാഷ്ട്ര വിലയിൽ ക്രൂഡ് വില 12% കുറഞ്ഞത്. നിങ്ങളുടെ എങ്ങാനും എണ്ണ വില കുറഞ്ഞതായിട്ട് അറിയാമോ? അറിയില്ല. എന്നാൽ ഇന്ത്യയിൽ വില കുറയ്ക്കാൻ കമ്പനികൾ തയ്യാറായിട്ടില്ല. പിയാസുനിലുണ്ട്. പിയാസുനിൽ അക്ഷരാർത്ഥത്തിൽ നടക്കുന്നത് കൊള്ളയാണ്. ഈ ക്രൂഡ് ഓയിലിന്റെ വിലയൊന്നും സാധാരണക്കാരൻ അറിയുന്നില്ലല്ലോ. പെട്രോൾ പമ്പിലും ഡീസലിനും ഒന്നും കാര്യമായിട്ട് വില കുറഞ്ഞിട്ടില്ല. കാര്യമായിട്ടതല്ല, അല്പം പോലും കുറഞ്ഞിട്ടുമില്ല എന്നുള്ളതാണ്. ഇതിപ്പോ എത്ര കൊള്ളയടിച്ചാലും നമുക്ക് അറിയാത്ത സാഹചര്യമായിരിക്കുന്നു അല്ലേ പിയാസുനിൽ? ക്രൂഡ് ഓയിൽ 12% കുറയുമ്പോൾ അത്രയെങ്കിലും നമുക്ക് ഇവിടെയും കുറയണ്ടേ? ഉറപ്പായും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വിചിത്രമായൊരു പ്രതികരണമാണ് ഈ വിഷയത്തിൽ വരുന്നത്. അതായത് ഇങ്ങനെ അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണ വില കുറയുന്നത് രാജ്യത്ത് ധനക്കമ്മി കുറയ്ക്കാൻ സഹായിക്കും, വിലക്കയറ്റം കുറയ്ക്കാൻ സഹായിക്കും എന്നൊക്കെയാണ്. അപ്പോൾ ജനങ്ങളുടെ പോക്കറ്റ് കൊള്ളയടിച്ചിട്ട് വേണം ഇവർക്ക് ധനക്കമ്മി കുറയ്ക്കാനും അല്ലെങ്കിൽ ഈ ഒരു വിലക്കയറ്റം കുറയ്ക്കാനും ഒക്കെയാണ് എന്നതാണ് ഏറ്റവും വിചിത്രമായൊരു കാര്യം. ഏതായാലും വിചിത്രമായ മറുപടി തന്നെയാണ് കേന്ദ്ര സർക്കാർ വക്താക്കളൊക്കെ തന്നെ നൽകുന്നത്. ഏതായാലും അരുൺ, നമുക്കറിയാം $67 ഇപ്പോൾ ഒരു ബാരലിന് അസംസ്കൃത എണ്ണ. ഈ അസംസ്കൃത എണ്ണ വില $100 അടുത്തെത്തിയപ്പോഴാണ് പെട്രോളിന്റെയും ഡീസലിന്റെയും ഒക്കെ വില 100 രൂപയ്ക്ക് അടുത്തും 100 രൂപയ്ക്ക് മുകളിലേക്കും ഒക്കെ തന്നെ പോയത്. ഇപ്പോഴത് $67 കുറഞ്ഞിരിക്കുന്നു. എന്നിട്ട് പോലും ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും വില രാജ്യത്ത് കുറയ്ക്കാൻ എണ്ണ കമ്പനികൾ തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്നത് നേരത്തെ പെട്രോളിനും ഡീസലിനും ഒക്കെ സബ്സിഡി ഉണ്ടായിരുന്നു, ഇപ്പോൾ സബ്സിഡി ഇല്ല. എണ്ണ കമ്പനികൾക്ക് അന്താരാഷ്ട്ര വിലക്കനുസരിച്ച് വില കൂട്ടാനുള്ള അല്ലെങ്കിൽ വിലയിൽ മാറ്റം വരുത്താനുള്ള സ്വാതന്ത്ര്യമാണ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. പക്ഷേ അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണ വില ഇങ്ങനെ കുറയുമ്പോഴും ഒരു പൈസ പോലും പെട്രോളിന്റെയും ഡീസലിന്റെയും കുറയ്ക്കാൻ ഇപ്പോൾ എണ്ണ കമ്പനികൾ തയ്യാറാകുന്നില്ല. സർക്കാരും ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല. ഏതായാലും അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുറഞ്ഞതിനെ തുടർന്ന് 12% വിലക്കുറവാണ്. അത്രയും ലാഭമാണ് എണ്ണ കമ്പനികൾക്ക് ലഭിക്കുന്നത്. സ്വാഭാവികമായും അതിന്റെ നേട്ടം കേന്ദ്ര സർക്കാരിനുമുണ്ട്. അപ്പോൾ ആ നേട്ടം കേന്ദ്ര സർക്കാർ സ്വന്തമാക്കുന്നു, പക്ഷേ അതിന്റെ ഗുണം ജനങ്ങൾക്ക് നൽകുന്നില്ല. ഏതായാലും $80 ആയിരുന്നതാണ്, അതായത് ഒരു ബാരലിന് $80 ആയിരുന്നതാണ് $67 കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 100-ൽ നിന്ന് ഏതാണ്ട് $67 അന്താരാഷ്ട്ര അസംസ്കൃത എണ്ണ വില ബാരലിന് കുറയുമ്പോൾ അതിന്റെ ഗുണം സാധാരണ ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല. പണ്ടൊക്കെ ഈ പെട്രോളിന്റെ വില കൂടുമ്പോൾ, ഡീസലിന്റെ വില കൂടുമ്പോൾ തെരുവിൽ വലിയ സമര കാഴ്ചകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഗ്യാസ് സിലിണ്ടർ തൂക്കിപ്പിടിച്ച് സമരം നടത്തുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അത്തരം സമരങ്ങൾ ഏറ്റെടുക്കാൻ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഇല്ല എന്നതും ഏറ്റവും സങ്കടകരമായ കാര്യം തന്നെയാണ്. ഓക്കെ, രാഷ്ട്രീയ പാർട്ടികൾ ഇല്ലാതെ പോയതിന്റെ ഒരു കാരണം പിയാസുൽ അന്ന് സമരം ചെയ്ത ചില ദൃശ്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? ഈ വീട്ടിൽ ഗ്യാസ് കുറ്റി പുകയുന്നില്ല, ഈ വീട്ടിൽ ഡീസലും പെട്രോളിനും വില കൂടിയതുകൊണ്ട് ആളുകൾ പണിക്ക് പോകുന്നില്ല. അങ്ങനെ വണ്ടിയൊക്കെ തള്ളിക്കൊണ്ടുപോയ ചില നേതാക്കളെയൊക്കെ നമ്മൾ കണ്ടിരുന്നു. 50 രൂപയ്ക്ക് ലിറ്ററിന് പെട്രോൾ നൽകും എന്നൊക്കെ പറഞ്ഞ ചില ആൾക്കാരൊക്കെ കണ്ടിരുന്നു. സാർ, ഇന്റർനാഷണൽ ക്രൂഡ് ഓയിലിന്റെ വില 100 ഒരു ബാരലിന് പറഞ്ഞാൽ ഒരു 136ഓളം ലിറ്റർ വരും. അത്രയും ബാരൽ എണ്ണയ്ക്ക് $100 ആയിരുന്നത് ഇപ്പോൾ 67, 57 ഒക്കെ ആകുമ്പോഴും $100 ആയിരുന്ന സമയത്തെ വിലയാണ് ഇപ്പോഴും ഏർപ്പാടാക്കുന്നത്. അപ്പോൾ ഇരട്ടിയിലധികം കൊള്ള ലാഭമാണ് ഇവിടുത്തെ ഓയിൽ കമ്പനികൾ ഉണ്ടാക്കുന്നത്. അതിന് സർക്കാർ കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ്. പ്രതിഷേധിക്കണ്ടേ? പ്രതിഷേധിക്കാനുള്ളവരെവിടെ? ബൈക്ക് തള്ളിയ മനുഷ്യരെ കാണാനുണ്ടോ? 50 രൂപയ്ക്ക് ലിറ്റർ തരുമെന്ന് പറഞ്ഞ മനുഷ്യരെ കാണാനുണ്ടോ? എവിടെ ഈ മനുഷ്യരെല്ലാവരും? ആർക്കും ഇപ്പോൾ വലിയ വിഷയമൊന്നുമല്ല പെട്രോളിനെയും ഡീസലിനെയൊക്കെ വില കുറയുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ക കൊള്ള. അതാണ് ഇപ്പോൾ ഇന്ത്യൻ ഈ എല്ലാ ഓയിൽ കമ്പനികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരം ഈ തട്ടിപ്പുകൾക്കെതിരെ പ്രതികരിക്കാൻ പോലും നമ്മൾ മറന്നുപോകുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ? കാര്യം ദിനം പ്രതി ഇങ്ങനെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ആരും ബോധേഡല്ല എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മളിലെ പ്രതികരണശേഷി ഇല്ലാതാക്കുന്നത്.